ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ എന്താ വെച്ചാൽ നോക്കിയാൽ ഞങ്ങളുടെ അവിടെ ബിരിയാണിയാണ് വെക്കാൻ പോണത്. ഇത് 1/2 കിലോ അരി കഴുകി വെച്ചിട്ടുണ്ട് കുതിർത്തിയിട്ട്. 1/2 കിലോൻ്റെ ചിക്കനും ഇഞ്ചി പൂണ്ടും പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും തൈര് തക്കാളി സവോള പച്ചമുളക് പട്ടയും ഗ്രാമ്പൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നെയ്യും ആവശ്യത്തിന്. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. വരി പട്ട ഗ്രാമ്പ് ഇടുകയാണ്. സവോള ഇടുകയാണ്. സവോള നന്നായിട്ട് കാണും. നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി ഇങ്ങനെ ആയി. അതിൻ്റെ കൂടെ 2 പച്ചമുളക് ഇടുകയാണ്. പൊടിച്ച് വെച്ച പട്ടയും ഗ്രാമ്പും പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിനിടുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചത് ഇടുകയാണ്. ഇതിൻ്റെ പച്ചമണം പോട്ടെ. ഇത് പുതിന ഇല ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തക്കാളി ഇടുകയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുക. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. ഇങ്ങനെ കളറ് വരും. കാശ്മീർ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ വരിയിടുക. ആവശ്യത്തിന് ഉപ്പിടുകയാണ്. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിക്ക് പകരം കുറച്ച് ജിലേബി പൊടിയാണ് ഇട്ടിരിക്കുന്നത്, ഇത്തിരി കളറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇങ്ങനത്തെ കളറ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പിട്ട ശേഷം ഇത്തിരി തൈര് ഒഴിക്കുക. കുറച്ച് തൈര് ഒഴിക്കുകയാണ് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. തിളക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായി തിളക്കട്ടെ. എന്നിട്ട് അരി ഇടാം. തിളക്കുന്നുണ്ട്. അരി ഇടാം. അരി ഇട്ടിട്ടുണ്ട്. ഇളക്കിയിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കാം. വേകട്ടെ. ബിരിയാണി ആയാൽ നോക്കട്ടെ. ഇത് ദമ്മിട്ട് വെക്കണം. ഇത്തിരിയും കൂടി വെള്ളമുണ്ട്. ഇത്തിരി വെള്ളമുണ്ട്. അപ്പം ദമ്മിട്ട് വയ്ക്കാൻ ഇത്തിരി അടുപ്പ് സ്ലോ ആക്കി വെക്കുകയാണ്. ഇതിന് മേലെ ഒരു ദോശക്കല്ല് വെയിറ്റുള്ള പാത്രം ഇങ്ങനെ വെക്കുക. അടുപ്പ് സ്ലിമ്മാക്കി വെച്ചാൽ മതി. ദമ്മ് കിട്ടും. ദമ്മായി നോക്കാം എങ്ങനെ ബിരിയാണി ആയിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ബിരിയാണി വെക്കണേ. ഇതിൽ നാരങ്ങയൊക്കെ ഒഴിക്കണം. നാരങ്ങ കിട്ടിയിട്ടില്ല, ബിരിയാണി ഇല കിട്ടിയിട്ടില്ല. അടിപൊളി ബിരിയാണിയായി. ഞങ്ങൾ എപ്പോഴും വീട്ടിലുള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അടിപൊളി ബിരിയാണി റെഡിയായി. സൂപ്പറായി ബിരിയാണി റെഡിയായി. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുക. ഇത് ഞങ്ങൾ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയുക. മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.